السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും സന്ദേശം നൽകുന്ന വിശുദ്ധമായ ഈദിൻ്റെ 1000 ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅ്മാൽ. ലോക മുസ്ലിങ്ങൾ വിശുദ്ധമായ റമളാനു ഷരീഫിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തുല്യതയില്ലാത്ത വിശപ്പിൻ്റെ പ്രയാസങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു നിദാന ശാസ്ത്രമാണ് നോമ്പിലൂടെ നമ്മുടെ മാസക്കാലം നിർവഹിച്ചത്. അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുന്ന സകാത്തും സദക്കയും, തൻ്റെ അന്നപാനീയങ്ങളിൽ മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ടുള്ള ഇഫ്താറുകളും വളരെ സന്തോഷകരമായി പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്ത് ഈദിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ സംഗമിക്കാനോ നിസ്കാരം പോൽ നിർവഹിക്കാനോ കഴിയാത്ത എത്രയോ പാവപ്പെട്ടവർ പ്രയാസപ്പെടുന്ന അല്ലാഹു അവർക്കെല്ലാം സമാധാനം പ്രദാനം ചെയ്യട്ടെ. സന്തോഷകരമായ ഈദാഘോഷത്തിൽ പങ്കെടുക്കാനും നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ലോകത്ത് 3 ആഘോഷങ്ങൾ, 3 സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഒന്നാമത്തെ സമ്മേളനം ബൈത്തുൽ മഅമൂറിൽ വെച്ചുകൊണ്ട് കോടാനുകോടി മാലാഖമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട്. രണ്ടാമത്തെ സമ്മേളനം നാടുകളിൽ നാടുനീളെയും പള്ളികളും മദ്രസകളും ഈദ്ഗാഹുകളും സംഗമിച്ചുകൊണ്ട് റമളാനിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദ് നിസ്കാരങ്ങൾ, പെരുന്നാൾ നിസ്കാരങ്ങളും കാര്യങ്ങളും മുസ്ലിം ഉമ്മത്തിൻ്റെ സമ്മേളനമാണ് നടക്കുന്നത്. മൂന്നാമത്തെ സമ്മേളനം സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വലിയ അട്ടഹാസം നിർവഹിച്ചുകൊണ്ട് തൻ്റെ അനുയായികൾ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു സമ്മേളനം നടത്തുന്നുണ്ട്. പരസ്പര പൂരകങ്ങളാണ് ഈ സമ്മേളനങ്ങളൊക്കെ. മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല മാലാഖമാരെ വിളിച്ചുകൂട്ടി ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് നോക്കാൻ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത്, ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കുക. അവരോടൊരു മാസക്കാലം നോമ്പനുഷ്ഠിക്കാൻ ഞാൻ കൽപ്പിച്ചു. അവർ നോമ്പനുഷ്ഠിച്ചു. അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് സക്കാത്തായി നൽകണമെന്ന് പറഞ്ഞു 2% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. അത് നൽകി. ശരീഅത്തിൻ്റെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നൽകി. ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിച്ചുകൊണ്ട് അവരിന്ന് എൻ്റെ ഇളയും എൻ്റെ പാപമോചനവും പ്രതീക്ഷിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് സംഗമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങൾ സാക്ഷികളാണ്. ആ പെരുന്നാൾ നിസ്കാരത്തിൽ സംഗമിച്ച, അതല്ലെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷവുമായി നിസ്കാര ഹാളിൽ ഒരുമിച്ചുകൂടി എല്ലാവരുടെയും പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കുന്നു. എൻ്റെ കാരുണ്യത്തിലേക്ക് വർഷിക്കപ്പെടുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ ഈദ്ഗാഹിൽ നിന്നല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് പുറത്തിറങ്ങുന്നത് പാപമോചനം നേടിക്കൊണ്ടും അല്ലാഹുവിൻ്റെ റിളയും കാരുണ്യവും കരസ്ഥമാക്കിക്കൊണ്ടുമാണ്. ഈ 2 സംഭവങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് പിശാച് ലഅനത്തുല്ലാഹി അലൈഹി തൻ്റെ അനുയായികൾ വിളിച്ചുകൂടി സമ്മേളനം നടത്തുമ്പോൾ അവിടുത്തെ അതിൻ്റെ നയപ്രഖ്യാപനം എന്താണെന്നറിയുമോ? അനുയായികൾ ചോദിക്കുന്നു, യാ സയ്യിദനാ മൻ അഗ്ളബക്, അല്ലയോ നേതാവേ, അങ്ങേ ദേഷ്യം പിടിപ്പിച്ചവൻ ആരാണ്? ആ സമയത്ത് പിശാച് പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നില്ലേ? വാനലോകത്ത് ബൈത്തുൽ മഅമൂറിൻ്റെ ചാരത്ത് വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത്, യഥാതൊരു മാസം നോമ്പനുഷ്ഠിച്ച് സക്കാത്തും ഫിത്ർ സക്കാത്തും സദക്കയും അന്നദാനങ്ങളും എല്ലാം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയെ കരസ്ഥമാക്കാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച് നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം നിലയും കരസ്ഥമാക്കുകയും ചെയ്താൽ
പിന്നീട് നമുക്കെന്താണ് ജോലി? അവർ വഴിതെറ്റിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴെന്തെങ്കിലും അടിയന്തരമായ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിരിക്കണം. അനുയായികൾ ചോദിക്കുന്നു, നേതാവെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നേതാവ് പിശാച് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങളെല്ലാവരും വേഗം പോവുക, എന്നിട്ടെല്ലാവരും പിരിഞ്ഞുപോയി ഓരോ പള്ളിയുടെയും നിസ്കാര ഹാളുകളുടെയും ഒക്കെ പുറത്ത് കാത്തിരിക്കുക. നിസ്കാരം കഴിഞ്ഞ് റബ്ബിന്റെ തൃപ്തിയും പാപമോചനം നേടി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ ഫസ് അലൂഹും, അവർ നിങ്ങൾ ജോലിയിലാക്കണം. ബിശ്ശഹവാതി വല്ലദ്ദാതി വശുർബിൽ ഖംർ, 3 അജണ്ടയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ പാപസുരക്ഷിതരായ അള്ളാഹുവിന്റെ കാരുണ്യം കരസ്ഥമാക്കിയവരെ പിടികൂടേണ്ടത് 3 കാര്യങ്ങളെ കൊണ്ടാണ്. 1 ഷഹവാത്ത്, വികാരങ്ങൾ. വിചാരങ്ങൾ അനിയന്ത്രിതമായി അവർക്ക് ജനിപ്പിച്ചുകൊണ്ട് അവരെ വികാര ജീവികളാക്കി മാറ്റുക. അതിൻ്റെ ആസ്വാദന മാർഗങ്ങൾ അവർ തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 2ാമത്തെ ലദ്ദാത്ത്, രസങ്ങളാണ്. പടക്കം പൊട്ടിച്ചുകൊണ്ടും ആഘോഷങ്ങൾ തിമർത്തുകൊണ്ടും കളറുകളും കളറടിച്ചുകൊണ്ടും പെയിന്റ് അടിച്ചുകൊണ്ടും പല രൂപത്തിലുള്ള ലദ്ദാത്ത് രസങ്ങൾ അവിടെ മനസ്സെ കുത്തിവെക്കുക. അതേപ്രകാരം തന്നെ 3ാമത്തെ അജണ്ട ഷുറുബിൽ ഖംർ, കള്ളു കുടിപ്പിക്കുക. ഈ കള്ളു കുടിച്ചുകൊണ്ട് ലദ്ദാത്ത് രസങ്ങളുടെ പിന്നിൽ പോയി ഷഹവാത്തിന് വേണ്ടി ജീവിതം തുറക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനത്തെ മുഴുവൻ നശിപ്പിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടതെന്ന് പറഞ്ഞ് അവരെല്ലാവരെയും പിരിച്ചുവിടുന്ന ഒരു മഹത്തായ ഒരു ആഘോഷത്തിൻ്റെ പരിസമാപ്തി വളരെ അപകടകരമായി മാറുന്ന സാഹചര്യം ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ഈ പിശാചിൻ്റെ 3 അജണ്ടയിലും പെട്ടുപോകരുത്. ലോകത്ത് പെരുന്നാൾ എന്ന് പറയാൻ പോലും കഴിയാതെ റൂമുകളിൽ ഇരുന്നു കൊണ്ട് പെരുന്നാൾ കഴിക്കുന്ന രാജ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ അതിരുവിടാതെ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ, ദാനധർമ്മത്തിൻ്റെ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിൻ്റെ, കുടുംബത്തെ സന്ദർശിക്കുന്നത്, തന്നെ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്കൊരു ഫാത്തിഹ ഇങ്ങനെ ഓതി ഒരു സലാം പറഞ്ഞ് ആ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ഇങ്ങനെ മഹിതമായ നാം നേടിയെടുത്ത ഒരു മാസത്തെ അധ്വാന ഫലങ്ങൾ ഉപകാരപ്രദമാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ലോകത്ത് സമാധാനം പുലരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇസ്ലാമിൻ്റെ മതത്തിൽ എതിരാവുന്ന ശക്തികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും ഈദിൻ്റെ സന്ദേശം നൽകുകയാണ്, ആശംസകൾ നൽകുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅ്മാൽ.